നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ക്ഷയിക്കുന്ന പൊതുവിദ്യാഭ്യാസം, തഴയ്ക്കുന്ന സ്വകാര്യ സ്കൂളുകൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവണമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി. മാങ്ങയാണോ മൂത്തത്, മാങ്ങേണ്ടിയാണോ? തൊഴിലാളി സംഘടനകളുടെ തർക്കത്തിനിടെ കർഷകരുടെ അധ്വാനം വെള്ളക്കെട്ടിൽ പൊലിയുന്നു. തൊഴിലുഴപ്പല്ലേ പഞ്ചായത്തെ, പാവങ്ങൾ പട്ടിണിയിലാകും. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ അവഗണിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. ഭരണഘടന അനുശാസിക്കുന്ന സൗജന്യ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നിഷേധിക്കുന്നത് മാതാപിതാക്കളാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. കേരളത്തിൽ ശക്തമായ പൊതുവിദ്യാഭ്യാസ മേഖല നിലനിൽക്കുന്നതിനാലാണ് സാർവത്രിക വിദ്യാഭ്യാസം ലഭ്യമാകുന്നത്. അതില്ലാതായാൽ പണമുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം എന്ന അവസ്ഥയാകും. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് സാമൂഹിക ബാധ്യതയും ഉത്തരവാദിത്വവുമാണെന്ന് പ്രതിഭാഹരി പറഞ്ഞു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ കണ്ടങ്കരയിൽ നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഞാനൊക്കെ വിദ്യാഭ്യാസം നേടിയതിനൊക്കെ ശേഷം ഒരു 5-6 വർഷത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റമാണ്, സമൂലമായ മാറ്റം എന്ന് പറയാം. കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഫോഴ്സ്ഫുള്ളി നിർബന്ധം 7:30-ക്കൊക്കെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് അമ്മമാർ വിടുന്നത്. പക്ഷെ എന്റെ കുട്ടിയൊക്കെ പോകുന്നത് 9:30 കഴിഞ്ഞ് റിലാക്സ് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. നല്ല ശേഷിയുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ. അവർക്ക് നമ്മുടെ സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ആ മേഖലയെ നമ്മൾ പുഷ്ടിപ്പെടുത്താനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇവിടെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൊണ്ട് വിടുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇത് പറയുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രശ്നം എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല. അത് നിങ്ങളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണേ നമ്മുടെ സർക്കാർ പൊതുവിദ്യാലയങ്ങളും എയ്ഡഡ് സ്കൂളും ആകാം, അതും ഉണ്ടാവണം. ഇതില്ലെങ്കിൽ ഇപ്പം മങ്കമ്പി ഞാൻ അറിഞ്ഞത് ഒരു സ്കൂളിൽ ഒരു കുട്ടിയുള്ളെന്ന് 1ാം ക്ലാസ്സിൽ. എവിടെ പോകുന്നു കുഞ്ഞുങ്ങൾ? പഴയ സ്കൂളല്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നല്ലൊരു മൂത്രപ്പുര പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എല്ലാം ഉണ്ട്. ചുവർ ചിത്രങ്ങളുണ്ട്, അല്ലെ, മനോഹരമായ പെയിന്റിംഗ് ഉണ്ട്, SSIയുടെ ഫണ്ടുണ്ട്. അതിലുള്ള പരിമിതികളെ പറ്റിയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടിയവരാണ് നമ്മളൊക്കെ. പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണം. ഗവൺമെന്റ് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും ആത്മാർത്ഥതയുമുള്ളവരാണ് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർ. എന്നാൽ പലപ്പോഴും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോഴ വാങ്ങി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനെത്തുന്നതെന്ന വസ്തുത രക്ഷകർത്താക്കൾ തിരിച്ചറിയണമെന്നും പ്രതിഭാഹരി പറഞ്ഞു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി മുഖ്യ പ്രഭാഷണം നടത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജോർജ് മാത്യു പഞ്ഞിമരം, ജോപ്പൻ ജോയി, സുജാമ സണ്ണി, കെ മുരളി, കുഞ്ഞമ്മ ജോസഫ്, PJ സേവ്യർ, TG ജലജകുമാരി എന്നിവർ സംസാരിച്ചു. തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള തർക്കം, കർഷകരുടെ അധ്വാനഫലം പാടത്തെ വെള്ളക്കെട്ടിൽ. കണ്ടങ്കരി, ഉന്തംവേലി, നന്ദികാട്ട് പാടശേഖരത്തെ കർഷകരാണ് തൊഴിലാളി സംഘടനകളുടെ തർക്ക നിമിത്തം ഗതികേടിലായത്. കണ്ടങ്കരയിലെ ഉന്തംവേലി നന്ദികാട്ട് വരമ്പിനകം പാടശേഖരത്തിലെ 70 ഏക്കറിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോടെടുക്കുന്നു. എന്നാൽ ഈ നെല്ല് ചുമക്കാൻ ആളെ കിട്ടാത്തത് നിമിത്തം പാടശേഖരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള തൊഴിൽ തർക്കമാണ് ഈ പാടശേഖരത്തിലെ നെല്ലെടുപ്പിന് തടസ്സമായതെന്ന് കർഷകർ പറഞ്ഞു. 1-ാം തീയതി കൊയ്ത നെല്ല ഇത്. 1-ാം തീയതി അത് കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞ് നെല്ല് കിളുത്തോണ്ടിരുന്നു. ഇപ്പം മില്ലുകാർ നെല്ലെടുക്കാൻ തയ്യാറായി വന്ന് ഇത് ഉണക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നെല്ലെടുക്കാൻ അവർ മില്ലുകാർ നെല്ലെടുക്കാൻ അവർ വന്ന് യൂണിയൻകാരുടെ പ്രശ്നം കാരണം അവർ വീണ്ടും വണ്ടിയും ചാക്കും എല്ലാം വിട്ടേച്ച് അവർ പോലീസ് സ്റ്റേഷൻ തർക്കം തീർക്കാനായിട്ട് പോയിരിക്കുകയാണ്. കൂലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് നിലവിലുള്ള തൊഴിലാളികളെ അല്ലാതെ പുതിയതായി വന്ന തൊഴിലാളികളെ ചുമപ്പിക്കാൻ പറ്റത്തില്ല. കിടന്ന് നശിച്ചു പോവാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസുകാർ വന്ന് അവരന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പം വിളിച്ചിരിക്കും. ഇന്ന് നെല്ല് 2 മണി കഴിയുമ്പം നെല്ലെടുപ്പിക്കാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ചീഞ്ഞതല്ലാണിത്. റോഡിൽ മാറ്റിയ പണ്ട് സർവീസ് നടക്കുന്ന വീതിയിൽ റോഡിന് റോഡാണിത്. ആ വീതി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. കാലം തെറ്റിയെത്തിയ കാലവർഷവും കൂടി ചതിച്ചതോടെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. പാടശേഖരത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ നെല്ല് കിളിർത്തു പോകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇത്തവണ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ പാടശേഖരവും മുങ്ങിയിരുന്നു. എന്നാൽ കർഷകരുടെ കൂട്ടായ്മയിൽ വെള്ളം വറ്റിച്ച് കൃഷി രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു.
പാട്ടകൃഷിക്കാർ ഉൾപ്പെടെ 50ഓളം കർഷകരുടെ പ്രതീക്ഷകളാണ് വെള്ളക്കെട്ടിൽ അനാഥമാകുന്നത്. നെല്ലെടുക്കുന്നതിനായി ലോറികൾ എത്തിയിരുന്നെങ്കിലും തർക്കത്തെ തുടർന്ന് അവർ തിരിച്ചുപോയി. ചമ്പക്കുളം എടത്തുവ KSRTC സർവീസ് ഉള്ളതിനാൽ റോഡരികിൽ നെല്ല് കൂട്ടിയിടുവാനും ഇവർക്ക് സാധിക്കുന്നില്ല. കർഷകർ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണിയെ വിവരം ധരിപ്പിച്ചു. അതേ തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ നെടുമുടി സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ തൊഴിലാളി സംഘടനകൾ ചൊവ്വാഴ്ച നെല്ലെടുക്കാൻ സമ്മതിച്ചതായി മോൻസി സോണി പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ടറിയണം എന്ന നിലപാടാണ് കർഷകർക്കുള്ളത്. ന്യൂസ് ഡെസ്ക് KCV. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ അവഗണിക്കുന്നതായി പരാതി. സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ട് 6 മാസം പിന്നിടുമ്പോഴും പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും തൊഴിലുറപ്പ് തൊഴിലാളി സുകുമാരി പറഞ്ഞു. മറ്റു പഞ്ചായത്തുകളിലെല്ലാം തൊഴിലുറപ്പ് ജോലികൾ മുറ പോലെ നടക്കുന്നുണ്ട്. എന്നാൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ശത്രുതാ മനോഭാവമാണ് വെച്ചു പുലർത്തുന്നത്. തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും പഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെ സമരം സംഘടിപ്പിച്ചെങ്കിലും അവയെല്ലാം നിസ്സാരവൽക്കരിക്കുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നതെന്നും സുകുമാരി പറഞ്ഞു. മറ്റു പഞ്ചായത്തുകളിലൊക്കെ വർക്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ചമ്പക്കുളം പഞ്ചായത്തിന് വർക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഈ 1072 തൊഴിലാളികളുള്ളവര് നമുക്കറിയാം, പാടശേഖരങ്ങളിലെ തൊഴിലുകളെല്ലാം നിർത്തി അവരത് കൂടാതെ ഇപ്പം കൊയ്ത്തിനോ പണിക്കോ ആളില്ലെന്നും പറഞ്ഞ് അവര് കൊയ്ത്തിന് മിഷ്യൻ കൊണ്ടുവന്ന് തൊഴിലാളിക്ക് തൊഴിലില്ല. അതുപോലെ തന്നെ ഇപ്പം കളപറിക്കാനോ നടിച്ചിലിനോ ഒന്നും തൊഴിലാളികളൊന്നും വേണ്ട. ഇപ്പം മിഷ്യൻ വരുന്നത് കൊണ്ട് കളപറിച്ച് മാറ്റുക പതിവില്ലല്ലോ. കാരണം മിഷനല്ലേ കൊയ്യുന്നത്, മറ്റുള്ളത് കൊണ്ടൊന്നും ഇല്ലെന്നോ. അതുകൊണ്ട് തൊഴിലാളിക്ക് നമ്മുടെ ഇവിടെ കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ തൊഴിലാളികളില്ലെന്ന് പറഞ്ഞ് മാറ്റിയത് കൊണ്ടും ഇപ്പം തൊഴിലുറപ്പുമില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു വർഷം 100 തൊഴിൽ കിട്ടണം, 100 ദിവസത്തെ തൊഴിൽ കിട്ടണമെന്ന് പറഞ്ഞല്ലോ. ആ 100 ദിവസത്തെ ഞങ്ങൾക്ക് ഇവര് പറഞ്ഞതുപോലെ വാക്ക് പാലിച്ച് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണം. ഈ കാർഷിക മേഖല തൊഴിൽ ഇല്ലാത്തതുപോലെ ഇല്ലല്ലോ. അതിന് പേര് നമുക്ക് ഈ തൊഴിലുറപ്പെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ നൽകണമെന്ന നിയമം നിലനിൽക്കെയാണ് ഇവർ തൊഴിലാളികളെ ദ്രോഹിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പുകളും മറ്റും പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ അതുകൊണ്ട് തൊഴിലാളികളുടെ അടുപ്പിൽ തീപുകയില്ലെന്നും അവർ പറഞ്ഞു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വിയ്യപുരം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വാഹന പ്രചരണ ജാഥയ്ക്ക് ചമ്പക്കുളം ജംഗ്ഷനിൽ സ്വീകരണം നൽകി. കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടുപോവുകയും ഉദ്യോഗസ്ഥരുടെ മേധാവിത്വവുമാണ് പാക്കേജ് അവതാളത്തിലാവാൻ കാരണമായതെന്ന് ചമ്പക്കുളത്ത് നടന്ന സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PT സ്കറിയ പറഞ്ഞു. എസ്റ്റിമേറ്റിന് അനുമതി നൽകിക്കൊണ്ട് ഈ പദ്ധതി സുതാര്യമായി ഉദ്യോഗസ്ഥ മേധാവിത്വം അവസാനിപ്പിച്ചുകൊണ്ട് മേജർ മൈനർ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ തേവർ വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലുൽപാദക സമിതികളുടെ സെലക്ടഡ് പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സെലക്ടഡ് പ്രതിനിധികൾ, കർഷക സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ അവരുടെ പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തി ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാനായ പ്രോസ്പെരിറ്റി കൌൺസിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ കൃഷിക്കാരുടെ പങ്കാളിത്തത്തോടെ സുതാര്യമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനമാണ് 10,000 കർഷകർ ഒപ്പിട്ട് നാളെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. കർഷകരെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങളെയും ഉൾപ്പെടുത്താതെ ജില്ലാതലത്തിൽ നടപ്പാക്കിയതും പദ്ധതി തകരുവാൻ മറ്റൊരു കാരണമായതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഹന പ്രചരണ ജാഥ എടത്വ, തകഴി, മുട്ടാർ, ചമ്പക്കുളം, പുളുങ്ങുന്ന്, രാമങ്കരി, വെളിയനാട്, കാവാലം പഞ്ചായത്തുകളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി നീലമ്പേരൂർ മണ്ഡലത്തിലെ ചെറുകരയിൽ സമാപിച്ചു. സമാപന സമ്മേളനം ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തായങ്കിരി ശാഖയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് നിയമാനുസൃതമല്ല. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അയ്യപ്പ സേവാ സംഘം ശാഖാ കമ്മിറ്റിക്കോ കുട്ടനാട് താലൂക്ക് കമ്മിറ്റിക്കോ ഒരു ബന്ധവുമില്ലെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ആവില്ലെന്ന് പറയാൻ വരട്ടെ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ.
ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഇല്ലെന്ന് പറയാൻ വരട്ടെ. മുഹമ്മ 13ാം വാർഡിൽ തയ്യിൽ വീട്ടിൽ വിരുന്നെത്തിയ ഈ അപൂർവ അതിഥിയെ ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാം കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന്. കദളിവാഴ കയ്യിലിരുന്ന് കാക്കകൾ വിരുന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴേ ഈ വീട്ടുകാർക്ക് തോന്നിയിരുന്നു അതിഥികൾ ആരോ വരുന്നുണ്ടെന്ന്. എന്നാൽ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കലപില ശബ്ദം കൂടിക്കൂടി വന്നു. നിറം മാറി വെള്ളക്കാരനായതിന്റെ പേരിൽ സ്വവർഗം തന്നെ കൊത്തി അകറ്റുകയാണ് ഈ വെള്ളക്കാക്കയെ. അപ്പോഴാണ് കാക്ക വെളുത്തിരിക്കുന്നത് ഈ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അതിന് സംരക്ഷണം നൽകിയതും. കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ എന്നാണ് കാക്ക തമ്പുരാട്ടി പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. എന്നാൽ നാട്ടുകാർ കുഞ്ഞനെന്ന് പേരിട്ട് വിളിക്കുന്ന ഈ കാക്ക ഏകാദശി നോറ്റ് വെള്ളക്കാക്കയായി മാറിയെന്നാണ് പ്രായമായവരുടെ പക്ഷം. ഏഴിലം കാട്ടിൽ പണ്ടൊരു കാക്ക ഏകാദശി നോറ്റു എന്ന വയലാർ രാമവർമ്മയുടെ കവിതയാണ് അവർ ഇതിന് തെളിവായി പറയുന്ന ന്യായം. ബലിക്കാക്ക, രാമൻ കാക്ക, കാലൻ കാക്ക, കാവതി കാക്ക, നാടൻ കാക്ക എന്നിവയാണ് സാധാരണയായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. വെള്ളക്കാക്കകൾ വളരെ അപൂർവമാണ്. അൽബേനിസം എന്ന പ്രതിഭാസമാണ് കാക്ക വെളുക്കാൻ കാരണമായത് എന്നതാണ് കോട്ടയം നേച്ചർ ക്ലബിന്റെ ശാസ്ത്രീയ വിശദീകരണം. എന്തായാലും വീട്ടുകാരുടെ സംരക്ഷണത്തിലായതോടെ കാക്കയുടെ വിശപ്പും മാറി, കുട്ടികൾക്ക് കൗതുകവുമായി. കാവലം സെന്റ് തെരേസാസ് ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ദർശന തിരുനാൾ ഒക്ടോബർ 8 ആരംഭിക്കും. പള്ളി വികാരി ഫാദർ എബ്രഹാം തയ്യിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA-യുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ അർജുന അവാർഡ് ജേതാവ് സജി ജോസഫിന് സ്വീകരണം നൽകി. വിദ്യാർത്ഥികൾ സജി ജോസഫിനെ സ്കൂളിലേക്ക് ആനയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലിയാന, PTA പ്രസിഡന്റ് PD രാജേഷ്, ജോർജ് കുട്ടി എന്നിവർ ചേർന്ന് അവാർഡ് ജേതാവിനെ ആദരിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം AV മുരളി, സ്കൂൾ ലീഡർ നീന മരിയ, സേവിയർ എന്നിവർ സംസാരിച്ചു. Uncle, we are really proud of you for gaining Arjuna Award. Congratulations. Uncle, we know that you got many silver and gold medals from 1998 to 2014. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സിസ്റ്റർ ജൂലിയാനയുടെ ഗാനവും ശ്രദ്ധേയമായി. അപ്പന്റെ സ്വത്തും അമ്മയുടെ സ്വത്തും നമ്മൾക്ക് എന്നെന്നും പങ്കുവയ്ക്കാം. ഇനി
कर बोले साने वाले कर बोले साने वाले हम गए सैनिक वीर मकान भारत माँ के वीर संतान भारत माँ के वीर संतान. നെടുമുടി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ നേതൃത്വത്തിലും സജി ജോസഫിനെ ആദരിച്ചു. സജീവോത്തമുരം മേജർ ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഞായറാഴ്ച ക്ഷേത്ര മേൽശാന്തി കിഴക്കില്ലം വിഷ്ണു നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പാറക്കൽ കലിങ്ങിന് സമീപമായിരുന്നു അപകടം. പൊൻകുന്നം ചിറക്കടവ് പടനിലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും ചങ്ങനാശ്ശേരി കറുകച്ചാലിൽ നിന്നും വരികയായിരുന്ന ടിപ്പർ ലോറിയും തമ്മിലിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 5 യാത്രക്കാരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിലെ വാഹന ഗതാഗതം അരമണിക്കൂറോളം സ്തംഭിച്ചു. AC റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുവാനുള്ള സംവിധാനം അധികൃതർ തയ്യാറാക്കിയില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാവുമെന്ന് നാട്ടുകാർ പറഞ്ഞു. 1ാം പാലം മുതൽ 2ാം പാലം വരെ 3 കിലോമീറ്റർ നീളമാണ്. ഈ 3 കിലോമീറ്റർ നീളം വരുന്ന സ്ഥലത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേഗതയിൽ വാഹനം പോകുന്നതാണ് ഈ പ്രദേശത്ത് ഈ അപകട മരണങ്ങൾ കൂടുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ ഒരു 6-7 വർഷത്തിന് മുമ്പ് ട്രിപ്പർ ലോറിയും ട്രാൻസ്പോർട്ട് ബസും കൂട്ടിയിടിച്ച് 9 ജീവൻ പൊരിഞ്ഞ സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് AC റോഡിൽ ആ ടെംഗോ പമ്പിന് സമീപവും ഈ AC റോഡിൽ താമസിക്കുന്ന കുഞ്ഞിച്ചായി എന്ന് പറയുന്ന ഒരാള് വാഹനം ഇടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഇവിടെ വരുന്ന അമിത വേഗത നിർത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ റോഡിൽ ഈ 3 കിലോമീറ്റർ നീളം വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ ബമ്പുകളോ മറ്റ് സംവിധാനങ്ങളാക്കി ഇടയ്ക്കൊരു വാഹനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം അടിയന്തരമായിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടേറെ അപകടങ്ങളും ഈ താമസക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങളിൽ വരുന്ന ആളുകൾക്കും ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള മരണങ്ങളും അപകടങ്ങളും ഉണ്ടാകും. ഇത് ഒഴിവാക്കുന്നതിന് ബന്ധപ്പെട്ട സർക്കാർ എത്രയും വേഗം തന്നെ ഇതിന്റെ നിയമപാലകരും വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടലുകളും PWയുടെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തെ വേഗത കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കമ്പുകളടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇവരുടെ ജീവൻ സുരക്ഷിതം വരുത്തണമെന്ന്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ചങ്ങനാശ്ശേരി SS ജംഗ്ഷനോടുള്ള അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ഓട്ടോറിക്ഷ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി ബൈപ്പാസ് ആരംഭിച്ചതു മുതൽ SH ജംഗ്ഷനിൽ 16ഓളം ജീവനുകളാണ് പൊലിഞ്ഞത്. നിരന്തരം അപകടങ്ങളുണ്ടായിട്ടും ഇത് ഒഴിവാക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ SH ജംഗ്ഷനിൽ ഉപരോധം സംഘടിപ്പിച്ചത്. ഉപരോധ സമരത്തിൽ CITU താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം സിൻബാദ്, SDTU മേഖലാ സെക്രട്ടറി ബിജു, BMS ടൗൺ സെക്രട്ടറി KP രജികുമാർ, INTUC നേതാവ് കുഞ്ഞുമോൻ പുളിവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകദേശം 12 ജീവനുകളോളം ഇവിടെ പൊലിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇതിങ്ങനെ തുറന്നു മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇവിടെ ഈ SH ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇതിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പണം അനുവദിക്കും. ഇതിന്റെ സ്ഥലമെടുപ്പുകൾ പൂർത്തിയാകും. ഇതിന്റെ നവീകരണ പ്രവർത്തനം മുൻപോട്ട് പോകാത്ത ചില വിക്ഷിപ്ത താല്പര്യക്കാരുടെ സപ്പോർട്ടുകളോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഈ ഒരു പ്രവർത്തനം ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇതിന്റെ അതിശക്തമായി ഈ നഗരം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ ഐക്യ ട്രേഡ് യൂണിയൻ ഇതിനകത്ത് എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരു യൂണിയന്റെ വ്യത്യാസമില്ലാതെ ഞങ്ങളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഇനി പ്രവർത്തനം അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ. ചരമവാർത്തകൾ. പുല്ലങ്ങടി 20 വീട്ടിൽ ജോസഫ് ആന്റണി 54 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. പുളിങ്ങുന്ന കായൽപ്പുറം അട്ടിയിൽ ജോസഫ് മാത്യു 77 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 3 കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. വടക്കൻ വെളിയനാട് പരിയാത്ത് വീട്ടിൽ മറിയമ്മ 87 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 11 വടക്കൻ വെളിയനാട് സെന്റ് ഗ്രിഗോറിയോസ് കേസറിയ ദേവാലയ സെമിത്തേരികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷയിക്കുന്ന പൊതുവിദ്യാഭ്യാസം, തഴയ്ക്കുന്ന സ്വകാര്യ സ്കൂളുകൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവണമെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി.
മാങ്ങയാണോ മൂത്തത് മാങ്ങേണ്ടിയാണോ? തൊഴിലാളി സംഘടനകളുടെ തർക്കത്തിനിടെ കർഷകരുടെ അധ്വാനം വെള്ളക്കെട്ടിൽ പൊലിയുന്നു. തൊഴിലുഴപ്പല്ലേ പഞ്ചായത്തെ, പാവങ്ങൾ പട്ടിണിയിലാകും. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ അവഗണിക്കുന്നതായി പരാതി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.